നമ്മൾ നെക്സ്റ്റ് ഒരു മണ്ഡല ചെയ്യുകയാണ്. ഇതൊരു തീം മണ്ഡലയാണ്. തീം മണ്ഡല ഇൻ ദ സെൻസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ ഒരു ട്രീയുടെ ഷേപ്പിലായിരിക്കും മണ്ഡല വരയ്ക്കുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ നമ്മുടെ പേജ് എടുക്കുക. പേജ് ഹൊറിസോണ്ടലി വെക്കണം, വെർട്ടിക്കലി വെക്കരുത്. ഇങ്ങനെ വേണം വരയ്ക്കാൻ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇത് അപ്പ്, ഇത് ഡൗൺ, അങ്ങനെയായിരിക്കും വരയ്ക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനത് വെച്ചിട്ട് ഫസ്റ്റ് ഒരു മിനിമം ഒരു റേഡിയസ് എടുത്തിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. കണ്ടു, ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു. ഇനി ഞാൻ ഇപ്പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് ഒരു സർക്കിളും കൂടെ കിട്ടുന്ന രീതിയിൽ നെക്സ്റ്റ് ഒരെണ്ണം വരച്ചു. ഇനി ഇപ്പുറത്ത് ഇതേ ഷേപ്പിൽ തന്നെ ഇതേ സൈസിൽ തന്നെ ഇവിടെ ഒരു സർക്കിൾ. ഇനി കുറച്ചുകൂടെ വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് എവിടെയും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ. കോമ്പസ് കറക്റ്റായി യൂസ് ചെയ്യാൻ പഠിക്കാനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. കണ്ടോ, അങ്ങനെ പല ഷേപ്പിൽ പല ഇതിൽ ഇനി ഇതെവിടെയും കൂടെ ഒരെണ്ണം വരയ്ക്കാം. ഇങ്ങനെ വരച്ചു. റൈറ്റ്, ഇത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആക്കി തരാം. നമ്മളിത് കളർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കറക്റ്റായി മനസ്സിലാവും. ഇനി നമ്മൾ ഇത്രയും ഈ ഒരു ഗ്രേപ്സ് ഇരിക്കുന്ന പോലെയാണ് നമ്മളിത് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സർക്കിളിൻ്റെ ഈ ഒരു ഏരിയയിൽ നമ്മളിത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൊണ്ടുവരാം. ഇനി അവിടെ നിന്ന് അടുത്തതിലേക്ക് ഇനി ഇങ്ങനെ കൊണ്ടുവരും. ഇതിലോട്ട് എല്ലാത്തിലോട്ടും കുറേ ബ്രാഞ്ചസുകൾ പോകുന്ന പോലെ വേണം ഇത് വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ടൊക്കെ ബ്രാഞ്ച് ഞാനിങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിലേക്കുള്ള ഇതിലേക്ക് ആവുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫസ്റ്റത്തെ സർക്കിളിൽ അതൊന്ന് നന്നായി ഡാർക്ക് ചെയ്യാം. ഡാർക്ക് ചെയ്തതിന് ശേഷം ഞാനതിനെ പെൻസിലുകൊണ്ട് ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് ഞാൻ എൻ്റെ കളേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്പെസിഫിക് ഓർഡറിൽ നമുക്കിത് ചെയ്ത് പോവാം. ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഈ മലയാളം ലെറ്റർ റാ ഇല്ലേ, ഇംഗ്ലീഷ് സി പോലെ. അപ്പോൾ ഒരു കളർ കഴിഞ്ഞു. അടുത്തത് ഞാൻ റെഡാണ് എടുക്കുന്നത്. നെക്സ്റ്റ് എൻ്റെ ഡാർക്ക് ഗ്രീനാണ്. And next we're going to the lighter green.
Next is orange. ഇങ്ങനെ ഓറഞ്ച് വരെയും കൊടുത്തു. ഇനി അടുത്തത് എൻ്റെ കയ്യിൽ പേർപ്പിൾ ആൻഡ് പിങ്ക് എന്നുള്ള 2 കളേഴ്സാണുള്ളത്. അപ്പോൾ ഞാൻ അതും കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സർക്കിൾ കംപ്ലീറ്റ്ലി ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക്, നല്ല ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് നമ്മളൊന്ന് സർക്കിൾ ചെയ്ത് വിട്ടു. ഇനി നമ്മൾ അടുത്ത സർക്കിളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ആദ്യമേ വരച്ചിട്ടുണ്ട്. ഇത്രയും വരച്ചു. എന്നിട്ട് ഞാൻ ഇതേ ഓർഡറിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. ഞാനതേ സെയിം റൊട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. ഐ മീൻ റൊട്ടീൻ ഇൻ ദ സെൻസ് സെയിം കളേഴ്സ്. ഏത് ഓർഡറിലാണോ നമ്മൾ ഫസ്റ്റ് വരച്ച് അതേ ഓർഡറാണ് ത്രൂ ഔട്ട് നമ്മൾ വീഡിയോയിൽ ഈ ഒരു സർക്കിളിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ അതും നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഹാൻഡിൻ്റെ ജസ്റ്റേഴ്സൊക്കെ കറക്റ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഹാൻഡിൻ്റെ ജസ്റ്റേഴ്സ് ഇൻ ദ സെൻസ് ആ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ഒരേ ഒരു രീതിയിലും നീളത്തിലും ഒക്കെ കൊടുക്കാൻ ഇത് സഹായിക്കും. ആ ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറൊരു മെത്തേഡിലാണ് ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ഒരു 3-4 ലൈൻ കൊടുത്തു. ഇത് കഴിയുമ്പോൾ വേറെ നല്ലൊരു കോമ്പിനേഷൻ എടുക്കുക.
നെക്സ്റ്റ് കൊടുത്ത് ഈ ഒരു പർട്ടിക്കുലർ സർക്കിൾ എടുക്കാം. ഈ സർക്കിൾ നമ്മൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്രീന് കൊടുത്തു. We have red. റെഡ് കൊടുത്തു. ഒരു ഡാർക്ക് ബ്ലൂ വരുന്നുണ്ട്, അപ്പോൾ ഡാർക്ക് ബ്ലൂ കൂടെ കൊടുക്കാം. ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ ഇവിടെ കൊടുക്കണം. പർപ്പിൾ. അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര എംഫസൈസ് ചെയ്ത് ഓരോ സ്റ്റെപ്പും പറയാത്തത്. ഇതുപോലെ ലൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ, ഇപ്പം എനിക്ക് പെട്ടെന്ന് കിട്ടുന്ന കളേഴ്സാണ്, കയ്യിൽ കിട്ടുന്ന കളേഴ്സാണ് എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കളേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കളർ കോമ്പിനേഷനിൽ കൊടുത്താലും കുഴപ്പമില്ല. ഇതൊരു ബ്രൗൺ ലൈറ്റ് കളറാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. ഇത്രയായി. നെക്സ്റ്റത്തെ സർക്കിൾ എടുക്കുകയാണ്. അപ്പോൾ ഈ സർക്കിളൊക്കെ നമുക്ക് ഏകദേശം ഹാഫേ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു സർക്കിൾ വരുന്നുണ്ട്, ഈ ഒരു സർക്കിൾ. ഇത്രയും. പിന്നെ നമ്മൾ വേറൊരു ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലാണ് കൊടുക്കുന്നത്, വിച്ച് ഇസ് നമ്മുടെ ഗോൾഡൻ ആൻഡ് സിൽവർ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു 4 ലൈന് ഗോൾഡൻ സിൽവറിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു 4 ലൈൻസ് ഗോൾഡനിൽ. ഇങ്ങനെ നെക്സ്റ്റ് ഞാൻ കൊടുക്കുന്ന ഇതേപോലെ ലൈൻസ് പല ഫ്ലൂറസെൻ്റ് കളേഴ്സ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ്. ഇനി അടുത്തത് ഞാൻ ഒന്നിച്ച് വരയ്ക്കുകയാണ്. അത് കുറച്ച് ആർച്ച് പോലെ കൊടുക്കുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ചെയ്യാറില്ലേ ഇങ്ങനെ ഇങ്ങനെ പല
എപ്പോഴും കൊടുക്കുന്ന ഇതിവിടെയൊക്കെ കൊടുത്ത പോലെ താഴ്ച്ച് കണക്റ്റഡായിട്ട് കൊടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. നെക്സ്റ്റ് I'm gonna take pink. നിങ്ങൾക്കിതിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചുള്ള കളേഴ്സ് കൊടുക്കാം. ഞാൻ ലിറ്ററലി എൻ്റെ കയ്യിൽ ഫൈൻഡ് ചെയ്യുന്ന കളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമുക്കത് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എല്ലാ സർക്കിൾസും കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത്, ഞാൻ നല്ല ബ്രൗൺ എടുത്തിട്ട്, ബ്രൗൺ കളറാണ്, എന്നിട്ട് ഈ ബ്രാഞ്ചസിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയും ബ്രാഞ്ച് കൊടുക്കും. ഇനിയാണ് ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫിൽ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ, ഞാൻ നല്ല കളർ പെൻസിൽ എടുത്തിട്ട് ഈ ബ്രാഞ്ചസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ക്വിക്കായിട്ടുള്ളൊരു ഹാൻഡ് പ്രാക്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. മണ്ഡല എന്ന് എക്സാക്ട്ലി പറയില്ല, മണ്ഡലയുടെ വേറെ നമ്മൾ മോട്ടീവ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു